ഹലോ ഗൈസ്, കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു അടിപൊളി ട്രെയിലറൊക്കെ ഉണ്ടാക്കി. അത് വലിയ മോശമില്ല എന്നുള്ള അഭിപ്രായം കേട്ടു. ഞാൻ ആദ്യമായിട്ടൊന്ന് ചെയ്തു നോക്കിയാണ്. അപ്പം അത് ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെറിഞ്ചറിൻ്റെ ഒരു പുതിയൊരു മിക്സർ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തിരുന്നു. കഴിഞ്ഞ 17-ാം തീയതി, നവംബർ 17-നാണ് അവർ ലോഞ്ച് ചെയ്തത്. അത് ലോഞ്ച് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ അത് ശരിക്കും ലോഞ്ച് ചെയ്യുന്ന അവർ മുൻപ് പ്രഖ്യാപിച്ചിരുന്നത് നവംബർ 22-ന് ലോഞ്ച് ചെയ്യുന്ന പറഞ്ഞിട്ടാണ് മുമ്പ് പ്രഖ്യാപിച്ചത്. പക്ഷെ അതിൽ തന്നെ നേരത്തെ അവർ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ പ്രഖ്യാപിക്കുന്നുണ്ടായി. ഇതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഇത് അവർ കണ്ടമാനം ബൂസ്റ്റൊക്കെ ചെയ്ത് ആദ്യമേ ഇതിനെ പറ്റി ഭയങ്കര പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ആദ്യമേ ഇതിനെക്കുറിച്ചുള്ള ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ എല്ലാവർക്കും കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതാണ് എല്ലാവരും ഭയങ്കര പ്രതീക്ഷയോടെ നിന്ന്. പ്രത്യേകിച്ചും വേറൊരു സംഭവം കൂടി ഉണ്ട്. കാരണം ബെറിഞ്ചറിൻ്റെ ഏറ്റവും ഹിറ്റായ ഒരു മോഡലാണ് X32 എന്ന് പറഞ്ഞ ഒരു മോഡൽ. അപ്പോൾ X32ൻ്റെത് അവർക്ക് പല മോഡലുകളുണ്ട്. X32 പ്രൊഡ്യൂസർ, പിന്നെ S32 കോമ്പാക്ട്, X32 പ്രൊഡ്യൂസർ TP, അങ്ങനെ പറഞ്ഞിട്ട് ഒരു 5-6 മോഡലുകൾ അവർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ X32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു മോഡലാണ് ബെറിഞ്ചറിൻ്റെ. അപ്പോൾ ഈ X32നെ ബേസ് ചെയ്തിട്ടാണ് അവർ ഈ പുതിയ മോഡൽ ഇറക്കിയത്. വേവ് എന്നുള്ള മോഡൽ അവർ ഇറക്കിയത് അതിനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ വേറെ ഒരു സംഭവമുണ്ട് എക്സ് സീരീസിൻ്റെ. ഈ എക്സ് സീരീസും മൈഡസിൻ്റെ M32 എന്ന് പറയുന്ന സംഭവം ഒരു അമ്മ പെറ്റ മക്കൾ തന്നെയാണ്. രണ്ടും ഒരേ സംഭവങ്ങളാണ്. ഒരേ ഓവേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. X32 ഉപയോഗിച്ചതിന് സുഖസുന്ദരമായിട്ട് മൈഡസിൻ്റെ M32 ഉപയോഗിക്കും. അതിൻ്റെ അകത്ത് ആകെ ഉണ്ടായിരുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ പ്രിയാമ്പ് വ്യത്യാസം ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ. X32 ഉപയോഗിച്ചിരുന്നത് ബെറിഞ്ചറിൻ്റെ തന്നെ പ്രിയാംസ് ആണെങ്കിൽ M32 മൈഡസിൻ്റെ തന്നെ പ്രിയാമ്പാണ്. ആ ഒരു വ്യത്യാസമാണ് ഉണ്ടായത്. പക്ഷെ ഇതിൽ വരുമ്പം വേവിലേക്ക് വരുമ്പം അവർ ഓൺ ബോർഡ് പ്രിയാംസ് മൈഡസിൻ്റെ പ്രോ സീരീസ് പെട്ട പ്രിയാംസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. പ്രോ സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈഡസിൻ്റെ പ്രോ സീരീസ് കൺസോളിൽ ഉപയോഗിക്കുന്ന അതേ പ്രിയാമ്പാണ് ഈ വേവിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ ഡീറ്റെയിലേക്ക് കിടക്കാം. നിങ്ങളിപ്പോൾ കണ്ടല്ലോ, ഇപ്പം കണ്ട വീഡിയോ അവരെ ബെറിഞ്ചർ ഇറക്കിയ വീഡിയോ ആണ്. അവരുടെ ഒരു ഇൻട്രോ എന്നുള്ള രീതിയിൽ ഇറക്കിയ ഒരു വീഡിയോ ആണ്. നിങ്ങളിപ്പോൾ ഇപ്പോൾ പിന്നിൽ കാണുന്ന സംഭവം ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ സംഭവങ്ങൾ. അപ്പം ശരിക്കും പറഞ്ഞാൽ X32 ഇറങ്ങിയിട്ട് ഏതാണ്ട് ഇപ്പോൾ ഒരു 9 വർഷം, 2010 X32 ഇത് ഇറങ്ങുന്നത്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ വേവിൽ ശരിക്കും പറഞ്ഞാൽ 24 ചാനലാണ്, 24 ഫ്രെയിംസാണ് വേവ് ഇറങ്ങുന്നത്. ഓൺ ബോർഡായിട്ട് ഉള്ളത് 8 ഇൻപുട്ടാണ്, 8 കോംബോ ഇൻപുട്സാണ്. ഞാനത് നേരത്തെ പറഞ്ഞ പോലെ മൈഡസ് പ്രോൻ്റെ കോംബോ ഇൻപുട്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് മൈക്ക് കൊടുക്കാൻ പറ്റുന്ന ആകെ 8 ചാനൽ മാത്രമേ നമുക്ക് മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. 8 ചാനൽ എന്ന് പറഞ്ഞാൽ കോംബോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ജാക്കും കൊടുക്കാം, അതുപോലെ XLR മെയിലും കണക്ട് ചെയ്യാൻ പറ്റും.
പക്ഷേ 8 ഓൺ ബോർഡ് 8 ഉള്ളൂ എങ്കിലും ഏതാണ്ട് ഒരു 150-ലധികം ചാനൽസ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതിന് പല രീതിയിലുള്ള കണക്ടിവിറ്റി അവർ കൊടുക്കുന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ ഡാറ്റ വേണമെങ്കിൽ ഡാറ്റ കണക്ട് ചെയ്യാം. പിന്നെ അതുകൂടാതെ AES ഉണ്ട്, സാധാരണ AES കണക്ടിവിറ്റി ഉണ്ട്. ഡാറ്റ കണക്ടിവിറ്റിയും ഇതിന് അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ടച്ച് സ്ക്രീനാണ്. ടച്ച് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ 10 ഇഞ്ച് TFT സ്ക്രീനാണ് അതിൻ്റെ അകത്ത് അവർ കൊടുത്തിരിക്കുന്നത്. അതൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്ക്രീന് ടിൽറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് ഇതാക്കാൻ പറ്റും, മുന്നോട്ടേക്ക് ആക്കാൻ പറ്റും. നമ്മുടെ സാധാരണ കൺസോളിലൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞാൽ സ്ക്രീന് ഒന്ന് അതിൻ്റെ കൺസോളിൻ്റെ ബോഡീൻ്റെ മുകളിൽ ഇങ്ങനെ കടന്ന് അതിൽ പറ്റിച്ചേർന്ന രീതിയിലുള്ള സ്ക്രീനാണ് നമുക്ക് ഏതാണ്ട് 90%. ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് പൊന്തിച്ചെടുത്ത് നോക്കാം. പൊന്തിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടിൽട്ടായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊന്തിക്കാൻ മാത്രം. അങ്ങനത്തെ ഒരു ഇത് കണ്ടിട്ടുള്ളത് ഞാൻ യമഹയിൽ മാത്രമാണ്. PM5D ആണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. യമഹേൻ്റെ ഏതൊരു കൺസോളിന് PM5D തന്നെയാണെന്ന് തോന്നുന്നു. തെറ്റുണ്ടെങ്കിൽ മാറ്റി തരണം നിങ്ങൾ. അപ്പം ആ ഒരു കൺസോളിൽ മാത്രമേ ഞാനിത് ഇങ്ങനത്തെ സ്ക്രീൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ 10 ഇഞ്ച് സ്ക്രീനാണ്. അപ്പോൾ 10 ഇഞ്ച് സ്ക്രീൻ എന്ന് പറയുമ്പം തന്നെ അതിൽ നമുക്ക് എല്ലാ കൺട്രോൾസും നമുക്ക് അതിൻ്റെ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ അതുകൂടാതെ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ, ഇവർ അവകാശപ്പെടുന്നതെന്ന് വെച്ചാൽ 2 എഞ്ചിനീയേഴ്സിന് അറ്റ് എ ടൈമിൽ നിങ്ങൾ ആ കൺസോൾ വർക്ക് ചെയ്യാൻ അറിയാം. 2 എഞ്ചിനീയേഴ്സിന് അറ്റ് എ ടൈമിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് സ്ക്രീനിൽ നമ്മുടെ ഈ പറഞ്ഞ ടച്ച് സ്ക്രീനിൽ കൺട്രോൾ ചെയ്യാം. മറ്റേ രണ്ടാമത്തെ ആൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേളിലുള്ള ഈ ഇതൊക്കെ ഉണ്ടല്ലോ, ഈ സ്ക്രീൻസിൻ്റെ ഫിസിക്കലായിട്ടുള്ള സംഭവങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് അവർ ഇതിൻ്റെ അകത്ത് അവകാശപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ 2 ആൾക്കാർ വെച്ച് നോക്കി നോക്ക് എങ്ങനെ ഉണ്ടാവും സംഭവം എന്നുള്ളത് നോക്കി വെക്കാം. അങ്ങനെയാണ് അതിൻ്റെ അകത്ത് അവർ പറയുന്നത്. പിന്നെ ഉള്ളത് പറഞ്ഞാൽ 64x64 ചാനൽ ചില കാര്യങ്ങൾ എനിക്ക് ഫുള്ളായിട്ട് അറിയാത്തതുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ എഴുതി കൊണ്ടുവരിക ചെയ്തിട്ടുള്ളൂ. 64x64 ചാനൽ എതർനെറ്റ് കണക്ടിവിറ്റി, അതായത് നമ്മുടെ സാധാരണ RJ45 ഉപയോഗിച്ചിട്ടുള്ള നമ്മൾ ഡാറ്റ കേബിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 64x64 ചാനൽ നമുക്ക് ഇൻ ആൻഡ് ഔട്ട് ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഇൻബിൽഡ് ഇൻ്റർഫേസും വരുന്നുണ്ട്. അത് USB 2.0 ഇൻ്റർഫേസാണ്, ഓഡിയോ ഇൻ്റർഫേസ് അതിൻ്റെ അത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 48x48 ചാനലായിട്ടാണ് ആ ഇൻ്റർഫേസ് വർക്ക് ചെയ്യുന്നത്. അതായത് 48 ചാനൽ നമുക്ക് ഇൻപുട്ടും 48 ചാനൽ ഔട്ട്പുട്ടും ഒരേ സമയത്ത് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ അതിൻ്റെ തന്നെ ഈ ഇൻ്റർഫേസ് ഉപയോഗിച്ചിട്ട് നമുക്ക് മാക്കി കൺട്രോളറും പിന്നെ HUI എന്ന് പറഞ്ഞിട്ടൊരു റിമോട്ട് കൺട്രോളറുണ്ട്. ഈ 2 റിമോട്ട് കൺട്രോളറും നമുക്ക് ഈ കൺസോളിൽ കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് 2 SD കാർഡ് സ്ലോട്ടും കൂടി ഉണ്ട് അതുണ്ട്. അപ്പോൾ ആ 2 SD കാർഡ് സ്ലോട്ടിലും കൂടി നമുക്ക് ഏതാണ്ട് 64 ചാനൽ റെക്കോർഡ് ചെയ്യാനും പ്ലേ ബാക്ക് ചെയ്യാനും പറ്റുന്നതാണ്. 2 കാർഡിലും കൂടിയാണ് പറയുന്നത്, ഒരു കാർഡിലല്ല, 2 കാർഡിലും കൂടി 2 USB സ്ലോട്ടിലും കൂടിയിട്ട് 64 ചാനൽ നമുക്ക് റെക്കോർഡ് ചെയ്യാനും പ്ലേ ബാക്ക് ചെയ്യാനും പറ്റുന്നതാണ്. അതായത് ഇപ്പോൾ നമുക്കൊരു വിർച്വൽ സൗണ്ട് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 2 കാർഡിലുള്ള മൾട്ടി ട്രാക്സ് നമുക്ക് ഉപയോഗിച്ചാൽ മതി. മൾട്ടി ട്രാക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെയുള്ള ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഒരു സ്റ്റേജ് കണക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ. ഒരു
കണക്ടർ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റേജ് കണക്ടർ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സിംഗിൾ XLR കണക്ടറാണ്. അവരത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അനലോഗ് കണക്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ അനലോഗ് കണക്ടർ കൂടെ നമ്മൾ സാധാരണ കേബിൾ വഴി 32 ചാനൽസ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഒരു അനലോഗ് കേബിൾ വഴി നമ്മളത് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു സാധാരണ മൈക്ക് കേബിൾ XLR കേബിൾ ഉപയോഗിച്ചിട്ട് അങ്ങനെ അത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അറിഞ്ഞുകൂടാ. അതിൻ്റേതായ എന്തെങ്കിലും ക്രമീകരണങ്ങൾ അവർ ചെയ്യാൻ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അത് അങ്ങനത്തെ ഒരു സംഭവം പറയുന്നുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഇതിൽ വരുന്നിരിക്കുന്നത് ഇവരുടെ സാധനം മാത്രമല്ല, മ്യൂസിക് ട്രൈബ് എന്നാണ് ശരിക്കുള്ള ഈ ഗ്രൂപ്പിൻ്റെ പേര്. അതായത് നമ്മുടെ ബെറിഞ്ചറിൻ്റെ മദർ ഗ്രൂപ്പിൻ്റെ പേര് മ്യൂസിക് ട്രൈബ് എന്നാണ്. അപ്പോൾ ഈ മ്യൂസിക് ട്രൈബിൻ്റെ കീഴിലാണ് ഈ ബെറിഞ്ചർ, മൈഡസ്, ടർബോ സൗണ്ട്, ക്ലാർക്ക് ടെക്നിക്കൊക്കെ പിന്നെ TC ഇലക്ട്രോണിക്സ് ഒക്കെ വരുന്നത് ഈ മ്യൂസിക് ട്രൈബ് എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിൻ്റെ കീഴിലാണ്. അപ്പോൾ ഈ മ്യൂസിക് ട്രൈബിൻ്റെ ഇതിൻ്റെ കീഴിൽ കൂടാതെ ഉള്ള കമ്പനീസിൻ്റെ പ്ലഗിൻസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് അവർ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വമ്പൻ പ്രോഡക്റ്റുകളായ SSL, സോളിഡ് സ്റ്റേറ്റ് ലോജിക്, പിന്നെ API, പിന്നെ നമ്മുടെ DBX എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഹർമൻ ഗ്രൂപ്പിൽ പെട്ടതാണ് DBX. അതേപോലെ തന്നെ റെഡ് കംപ്രസേഴ്സ്, SSLൻ്റെയും റെഡിൻ്റെ ഒക്കെ കംപ്രസറാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കംപ്രസർ എന്ന് പറഞ്ഞാൽ ഒരു കംപ്രസർ മാത്രം, ബെറിഞ്ചറിൻ്റെ കംപ്രസർ മാത്രമല്ല, ക്ലാർക്ക് ടെക്നിക്കിൻ്റെ കംപ്രസറുണ്ട്, ബെറിഞ്ചറിൻ്റെ കംപ്രസറുണ്ട്. അതുകൊണ്ടാണ് ഈ റെഡ്, DBX, SSLൻ്റെ ഒക്കെ കംപ്രസറുകളും ഇതിൻ്റെ അകത്ത് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ കംപ്രസർ ഒന്നും അതിൻ്റെ അകത്ത് മേടിച്ച് വെക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ പ്ലഗ് ഇൻസ്. അതുകൂടാതെ ഇതിൻ്റെ വരുന്നത് 100mm മോട്ടറൈസ്ഡ് ഫീഡേഴ്സാണ്. അത് പിന്നെ എല്ലാ ഡിജിറ്റൽ കൺസോൾസിനും ആ ഒരു രീതി തന്നെയാണ് എല്ലാവരും ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ അതുകൂടാണ്ട് 100mm ഇതുണ്ട്. അതിൽ ടോട്ടലായിട്ട് വരുന്നത് 28 സ്റ്റീരിയോ ബസ്സസ് വരുന്നുണ്ട്. അതുകൂടാണ്ട് 16 ഓക്സ് ബസ്സസും വരുന്നുണ്ട്. അപ്പോൾ അതായത് 28 സ്റ്റീരിയോ ബസ്സസ് ആണെങ്കിൽ അത് നമുക്ക് 56 മോണോ ബസ്സസായിട്ട് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടോട്ടലായിട്ട് എത്രയും വരുന്നുണ്ടെങ്കിൽ നമ്മൾ പല ഓപ്ഷൻസുമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എറ്റ് എ ടൈമിൽ തന്നെ ഏതാണ്ട് 400ഓളം ഡെസ്റ്റിനേഷൻസിലേക്ക് നമുക്കത് സിഗ്നൽ, ഒരു പ്രോഗ്രാം ആണെങ്കിൽ സിഗ്നൽ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. 400ഓളം ട്രാക്സായിട്ട് നമുക്ക് സെൻഡ് ചെയ്യാം. അതുപോലെ ട്രാക്സ് അല്ല, 400 സോഴ്സുകളായിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇൻപുട്ട്സും നമുക്ക് 400ഓളം സോഴ്സുകൾ നമുക്ക് ഇൻപുട്ടായിട്ടും ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഗുണം കൂടി ഇതിനുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സംഭവങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇനിയും വരുന്നതാണ്, കാരണം ഇത് ഇറങ്ങി തുടങ്ങിയിട്ടില്ല. അത് ഇറങ്ങുന്നത് ഏതാണ്ട് ഡിസംബറോട് കൂടിയാണ് മാർക്കറ്റിൽ ഇറങ്ങുകയെന്നാണ് പറയുന്നത്. അതിന് വില ഇപ്പം പറയുന്നത് $3500. അപ്പോൾ നമ്മളെ നാട്ടിൽ വരുമ്പോൾ എത്ര വരുമെന്നുള്ളത് അറിയില്ല. അപ്പം X32ൻ്റെ ഏതായാലും X32ൻ്റെ ഉള്ള ഒരു ഗുണം എന്തായാലും X32നെക്കാളും ഗുണം ഇതിനുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കാരണം ഇപ്പം പ്രത്യേകിച്ച് അത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഈ ഇത് റിലീസ് ചെയ്യുന്നതിൻ്റെ 2 ദിവസം മുമ്പാണ് X32ൻ്റെ ഏറ്റവും പുതിയ ഫേംവെയർ 4.0 അവർ
റിലീസ് ചെയ്തത്. ഫേംവെയർ അപ്ഡേഷൻ വന്നതിന് ശേഷമാണ് ഇവർ ഈ ഒരു കൺസോള് ചെയ്യുന്നത്, ഈ കൺസോൾ ഇതാക്കിയത്. പക്ഷെ ആദ്യ നോട്ടത്തിൽ നമ്മൾ പെട്ടെന്ന് ഈ കൺസോൾ കണ്ടു കഴിഞ്ഞാൽ പല നമ്മുടെ ആവലാറ്റിൻ്റെ അല്ലെങ്കിൽ ഗ്രാൻഡ്മാൻ്റെ ഒക്കെ ഒരു ലൈറ്റിംഗ് മിക്സറാണെന്ന് തോന്നിപ്പിക്കും. പിന്നെ അത് മാത്രമല്ല, ഇതൊരു ലൈവ് മിക്സറാണെന്ന് ലൈവ് മിക്സറാണെങ്കിലും തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ലൈവ് മിക്സറിൻ്റെ ഒരു ആ ഒരു ലുക്കല്ല അവർ ഇതിൻ്റെ അകത്ത് നമ്മുടെ സാധാരണ കാണുന്ന ലൈവ് മിക്സറിൻ്റെ ഒരു ലുക്കിലല്ല അവർ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിന് കുറച്ചും കൂടി ഒരു അടുപ്പം തോന്നുന്നു, എനിക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റുഡിയോ കൺസോൾസിനോട് ഉള്ള സ്റ്റുഡിയോ കൺസോൾസിൻ്റെ ആ ഒരു രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജോഗ് വീൽസും മറ്റേ നമ്മൾ മുമ്പ് ജോഗ് വീൽ കണ്ടിട്ടുള്ളത് ഞാൻ യമഹേൻ്റെ ഒറ്റുവാറിൽ മാത്രമാണ്. വേറെ കൺസോൾ ഉണ്ടോ എന്നുള്ള അറിയില്ല. അതിൽ മാത്രമേ ഞാൻ ജോഗ് വീൽസ് കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതുപോലത്തെ ജോഗ് വീൽസും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത പ്രാവശ്യം അടുത്ത വീഡിയോ ആയിട്ട്